എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർ ഈ പറയുന്ന പോലെ ഇതൊരു ഗവൺമെന്റ് ജോബ് പോലെ എന്താ പറയുക, ഒരു 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. 24/7 അവർ ഓണാണ്, അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഇവരുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്നൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അപ്പം ഷാഹിന്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിന്റെ ബിഗിനിങ് സീക്വൻസുകളും പിന്നെ ഇയാൾ പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമെല്ലാം ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ, പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. അവരോട് ഒരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരും മനുഷ്യരാണ്. ഈ പറയുന്ന പോലെ അവർക്കും ഒരു കുടുംബമുണ്ട്. അയാളും ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്, ഒരു മകനാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കണം. അപ്പൊ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാൻ ഇറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. സോ വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. അപ്പൊ ആ ഒരു കാര്യവും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനു വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഉള്ള ആക്ഷൻ കൊറിയോഗ്രഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിയൽ ലൈഫ് ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ നമുക്ക് പണി തന്നുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഫൈറ്റ് കൊറിയോഗ്രഫി എന്ന് ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊരു മോൺസ്റ്ററി ഫൈറ്റും അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു റീസൺ, ഓഫ് കോഴ്സ് അത് നല്ലൊരു ഫൈറ്റ് കൊറിയോഗ്രഫി എന്നതിനേക്കാൾ ഉപരി അതിനൊരു ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകളെ നോക്കുകയാണ്, ഇപ്പം ഒരു ആന്റഗോണിസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റുകളുടെ സൈഡ് നോക്കുകയാണെങ്കിലും ഇവരിൽ ആരുടെ ഭാഗത്താണ് 100% ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ഇയാൾ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് തോന്നിപ്പോകാം. ചില സമയത്ത് ഈ വൈശാഖിന്റെ അവരുടെയും ചെയ്തികളിൽ അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം. അപ്പൊ അത് മാനുഷികമാണ്. കാരണം എല്ലാവരും 100% ക്ലീൻ അല്ല, അല്ലെങ്കിൽ ശരിയല്ല, അല്ലെങ്കിൽ തെറ്റല്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത്ര സൃഷ്ടിയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തികളും എല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% നിയമാനുസൃതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന ഒരാള് സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ്ഡ് അപ്പ് ആവും, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ ബാക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിലെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ പുതിയ സിനിമ വരുമ്പോഴും ഈ കൊറിയോഗ്രഫി ഇങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് മാറുന്നുണ്ടോ? കാരണം ചാക്കോ ചന്ദ്രശേന ഓരോ ഇത് വരുമ്പോഴും ഇപ്പൊ പറഞ്ഞ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി മാറിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് ട്രെൻഡിങ് ആവാണ്. അപ്പം വിത്ത് ന്യൂ അല്ലെങ്കിൽ ന്യൂ ജെൻ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട്, ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ആക്ടേഴ്സ് ആണ് അതിനങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്തത്. അപ്പൊ അത് ചാലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമ ശരിക്കും ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ഡയറിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും. അതിപ്പം മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ
അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അത് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അത് ഈ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഓരോ കൊറിയോഗ്രഫി. ഇപ്പം മറ്റൊരു സിനിമ കണ്ട ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇതിലും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കൊറിയോഗ്രഫി അടുത്ത സിനിമകളിൽ സംഭവിക്കും. അപ്പൊ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുമ്പോഴും അതിന്റെ മേളിൽ എങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും, അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉറപ്പായിട്ടും. ഹരിശങ്കറിന്റെ കഥാപാത്രം അങ്ങനെ ശരീരത്തിൽ മനസ്സിലൊന്നുമില്ല. അത് അത് ആ നമ്മൾ ചെന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങളും നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ആ കഥാപാത്രമായിട്ട് നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ഭാര്യയോട് കാണിച്ചാൽ മിക്കവാറും ഈ വേദിയിൽ ഞാൻ ഇരിക്കേണ്ടി വരത്തില്ലായിരിക്കും, എനിക്ക് വേറെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. പക്ഷെ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇട്ട് തരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമല്ല ഏതൊരു അഭിനേതാവിനും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അഭിനേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. പിന്നെന്തായിരുന്നു അതിന്റെ കൂടെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഇത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന അനുസരിച്ചുള്ള രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. കാരണം ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട്. അത് പക്ഷെ കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പം ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ ജഗദീഷ് ചേട്ടൻ എന്നെ പറ്റി പറയുന്ന പോലെ ജഗദീഷ് ചേട്ടനെ നമ്മളറിയാം ഈ കുറച്ച് നാളുകളായിട്ട് വേറൊരു വേർഷൻ ഓഫ് ജഗദീഷ് ചേട്ടൻ, ഒരു റീഇൻവെന്റഡ് ജഗദീഷ് എന്നുള്ള ആക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ജഗദീഷ് ചേട്ടന്റെ വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിലെ കുറേയധികം കഥാപാത്രങ്ങൾ, വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാത്ത രീതിയിലുള്ള സീക്വൻസുകളും ഡയലോഗുകളും ഒക്കെയാണ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്നൊരു വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രിയാമണി ഒരുപാട് നാളുകൾക്ക് ശേഷം വേറൊരു ശക്തമായ കഥാപാത്രമായിട്ട്, ഗീത എന്നൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു വീട്ടമ്മമാരുടെ ഒരു വൺ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. മാറി വരുന്ന സ്ത്രീകളുടെ ഒരു ചിന്താഗതിയും, അല്ലെങ്കിൽ അവര് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, ബോൾഡ് ആകുന്നു, ഇമോഷണലി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാളും, അതായത് ഭർത്താവിനേക്കാളും ചിലപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസും അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു 3 ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എന്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലന്റുകൾ ആ സിനിമയുടെ മുന്നിലും പുറകിലും ഉണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഒരു ഹൈയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓഫ്കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് അത് പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സിന്. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യവും അടിവരയിട്ട് പറയുന്നു. ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളുടെ എന്ന പാൻകേസൂരിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സറ്റയറും അത്യാവശ്യം ഒരു പൊടിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ഔട്ട് ആൻഡ് ഔട്ട് കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും. അതിൽ ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, നമ്മുടെ മഞ്ജുമൽ ബോയ്സ് ഡയറക്ട് ചെയ്ത ചിദംബരം അഭിനയിക്കുന്നുണ്ട്.
പിന്നെ ജാഫർ ഇടുക്കി, സുധീഷ്, അങ്ങനെ ഒരു പറ്റം നല്ല ടാലന്റുകളുണ്ട്. തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. എൻ്റെ ഭാര്യയാണ് അതിന്റെ കാരണക്കാരി. പിന്നെ മമ്മൂക്കയെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഏറ്റവും ട്രെൻഡിയസ്റ്റ് എന്താ പറയാ ഒരു മാൻ ആണ്, അല്ലെങ്കിൽ ഒരു ചാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അല്ലാതെ പുള്ളിയാണ് ഏറ്റവും ദ കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നൗ. നല്ല സിനിമകൾ, ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പൊ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം. അപ്പൊ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡന്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട്, ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരാം. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസ് ഉണ്ട്. അപ്പൊ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർട്ട് ചെയ്യാൻ നോക്കുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോ അപ്പ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും, സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ച് കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിവേസ് താങ്ക് യു. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മൾ ഏത് രീതിയിലാണോ ഇത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആവുന്നു എന്നറിയുന്നതിൽ, ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന്, ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മുന്നിലും പിന്നിലുമുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന, ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അത് പോയി കാണുക. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ്.